വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് ഒരു ബോഗൻവില്ല എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു മൾട്ടി ഗ്രാഫ്റ്റിംഗ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. സാധാരണ നമ്മളെല്ലാവരുടെ വീടുകളിൽ ചെല്ലുമ്പോഴും ബോഗൻവില്ല ഒരു ചട്ടിക്ക് അകത്താക്കി നട്ട് റെഡി ആക്കിയിട്ട് നിൽക്കുന്നുണ്ടാവും. ഈ ബോഗൻവില്ല നല്ല ഭംഗിയിൽ പൂവുകൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതിൽ പലതരത്തിലുള്ള കളറുകൾ നമുക്ക് അനായാസം ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇത് ഒരു പീച്ച് കളറുള്ള പൂവുണ്ടാവുന്ന ഒരു ബോഗൺവില്ല ചെടിയാണ്. ആ ചെടിയിലേക്ക് നമ്മൾ ഒരു പിങ്ക് കളറ് പൂവുണ്ടാവുന്ന ഒരു ബോഗൺവില്ലയുടെ ഒരു കൊമ്പിനെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ പോവാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നോക്കാം. ഇത് ഞാൻ എൻ്റെ അനിയൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു കൊമ്പാണ്. രണ്ടും രണ്ട് കളറാണ്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി നമ്മൾ ഇതിനെ ചെത്തി ഒന്ന് വെടുപ്പാക്കണം. അപ്പം ഇതിൻ്റെ ആ ഒരു ചെറിയ കൊമ്പുകളും എന്താ പറയുക, പൂവുണ്ടായി നിൽക്കുന്ന ചെറിയ കമ്പുകളൊക്കെ ചെത്തി ഒന്ന് സെറ്റാക്കി എടുക്കുക. കൊമ്പ് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല. രണ്ട് കൊമ്പുകളും സമമായിരിക്കണം. അതായത് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഈ കൊമ്പും ഏകദേശം സമമായിരിക്കണം. അത് മാത്രം നമ്മൾ നോക്കേണ്ടതുള്ളൂ. ഒന്ന് ചെത്തി അതിൻ്റെ ആ കൊമ്പുകളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക. തള്ളി നിൽക്കുന്ന കൊമ്പുകളൊക്കെ നമ്മൾ കത്തി കൊണ്ട് നല്ലോണം ചെത്തി റെഡിയാക്കുക. അതിനുശേഷം ഇതിൻ്റെ രണ്ട് എൻഡും ഇങ്ങനെ ടാപ്പറായിട്ട് ചെത്തുക. ഇതാണ് നമ്മൾ ഇതേപോലെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം. ഇവിടെ നമ്മൾ കൈ കൊണ്ട് പിടിക്കാനൊന്നും പാടില്ല കേട്ടോ ഈ ചെത്തിയ വശത്ത്. അപ്പോൾ ഇതിങ്ങനെ ടാപ്പറായിട്ട് ചെത്തി വെക്കുക. അതാണ് ആദ്യത്തെ പ്രോസസ്സ്. അതിനുശേഷം ഈ കവർ കൊണ്ട് നന്നായിട്ട് വരിഞ്ഞ് ഈ തണ്ടിന് മീതയോടെ ഇങ്ങനെ ചുറ്റിയെടുക്കുക. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ചൂട് തട്ടിയിട്ട് ജലാംശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചുറ്റണേന്നുള്ളത്. അപ്പം ഇതുപോലെ ചുറ്റി നല്ല ടൈറ്റ് ആക്കിയിട്ട് നിർത്തുക എല്ലാ വശവും. ഇപ്പം ടോപ്പ് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കും. അപ്പം എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ചൂടടിക്കാണ്ടിരിക്കാനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതാണ് നമ്മുടെ ബോഗൻവില്ലയുടെ അടുത്ത ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കൊമ്പ്. അപ്പോൾ ആ കൊമ്പ് നമ്മൾ പതുക്കെ കട്ട് ചെയ്യുക. എന്നിട്ട് നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചിട്ട് പതുക്കെ അതിങ്ങനെ നടുവൊന്നും ഇങ്ങനെ പൊളിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ടുള്ള കമ്പ്. നമ്മൾ ഒരു കത്തി കൊണ്ട് ഇതിൻ്റെ നടു പൊളിച്ചതിന് ശേഷം ഷാർപ്പായിട്ട് പൊളിച്ചതിന് ശേഷം പതുക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറക്കി വെക്കുക. ടാപ്പറായിട്ട് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ബഡ്ഡിങ് ടേപ്പ് എന്ന് പറയും. ഈ ബഡ്ഡിങ് ടേപ്പാണ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം വേറൊരു ടേപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ബഡ്ഡിങ് ടേപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് അടിയിൽ നിന്ന് അങ്ങോട്ട് വലിച്ച് ചുറ്റുക. ഇങ്ങനെ ചുറ്റണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോയിന്റ് ടൈറ്റായി നിൽക്കാനും വെള്ളം ഇറങ്ങാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലിച്ച് ചുറ്റുന്നത്. നന്നായി ടൈറ്റായി ചുറ്റിയിട്ട് അടിയിലൊരു കെട്ടിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോഗൻവില്ലയുടെ ഗ്രാഫ്റ്റിങ്. അത് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കെട്ടിവെക്കുക. ഈ കവറ് ഒരു 2 ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുക്കണം. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് നല്ല തണലത്തേക്ക് ഈ ചെടി എടുത്തു വെക്കണം. ഞാൻ ഈ വീഡിയോയിൽ 2-3 ദിവസം കൂടുമ്പോൾ ഈ കവർ നനയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ കവർ പുറത്തേക്ക് ഊരി എടുത്തിട്ട് കവർ മാത്രമാണ് നനച്ചിട്ട് തിരിച്ചിടേണ്ടത്.
ഒരു കാരണവശാലും ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം നനയ്ക്കരുത്. ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം നനച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഗ്രാഫ്റ്റ് ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ കവറ് മാത്രം പുറത്തേക്ക് ഊരിയെടുക്കുക, പൈപ്പിൽ കുറച്ച് വെള്ളം നിറയ്ക്കുക, അതിനുശേഷം കുടഞ്ഞു കളയുക. എന്നിട്ട് തിരിച്ച് പിടിപ്പിക്കുക. അപ്പൊ അതിൽ ഈർപ്പമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം വാടാതിരിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നിവിടെ അവതരിപ്പിച്ച വീഡിയോ എന്ന് പറയുന്നത് ബോഗൻവില്ലയുടെ മൾട്ടി കളർ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ ഇഷ്ടമായിട്ടുള്ളവര് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.